നമസ്കാരം. ജനങ്ങൾ കാത്തിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾ തയ്യാറായി കാത്തിരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ കോർപ്പറേഷൻ്റേതായ വലിയൊരു ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നാളിതുവരെ ലഭിക്കാത്തൊരു ഇടപെടൽ അത് BJP-യിലൂടെ സാധ്യമാകും എന്നുള്ള ഒരു പ്രതീതിയാണ് ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ലഭിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ 5 വർഷവും ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന നിലയ്ക്ക് കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ശേഷമാണ് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോഴേക്ക് ഓടിപ്പോയി മത്സരിക്കുകയല്ല. 5 വർഷം ഊണില്ലാതെ ഉറക്കമില്ലാതെ രാപ്പകൽ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ള ജനങ്ങൾക്കെതിരായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണസമിതിക്കെതിരെ ശക്തമായി തെരുവിൽ ഞങ്ങൾ പോരാട്ടമായിരുന്നു. നിയമ പോരാട്ടമുണ്ടായിരുന്നു, രാഷ്ട്രീയ പോരാട്ടമുണ്ടായിരുന്നു എന്നുമാണ്. അതെ, അപ്പം എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സാറിൻ്റെ BJP നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എഫേർട്സും. അപ്പം ഈ തിരുവനന്തപുരത്ത് ഇത്രയും സാധ്യതകൾ ഉയരുന്ന ഈ ഒരു നഗരിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ട്രിവാൻഡ്രത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് സാറിനൊന്ന് പറയാം. അല്ല, താങ്കൾ പറഞ്ഞ സാധ്യതകൾ എന്നുള്ള വാക്കിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ഞാൻ എല്ലാം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് അനന്തമായ സാധ്യതകൾ. അതായത് ഇന്ന് വരെ ഒരു പക്ഷേ മെയിൻ സ്ട്രീം ചർച്ചകളിലൊന്നും വരാത്ത അത്രത്തോളം സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ റിസർച്ച്, നമ്മുടെ ഇസ്രോയും VSSCയുടെ ഒക്കെ തന്നെ ആരംഭകാലം ഒന്ന് ആലോചിച്ച് നോക്കും തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ രാജഭരണകാലത്ത് തന്നെ വാക്സിനേഷൻ നടത്തിയിട്ടുള്ള ആരോഗ്യ മേഖല നടത്തിയിട്ടുള്ള നാടാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് എത്രയോ വർഷങ്ങൾ കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട്, പോർട്ട്, സീപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡൊക്കെ തന്നെ ഒരു വെളിപ്പാടകലെയുള്ള നഗരമാണ്. ഇതൊക്കെ തന്നെ കണക്ട് ചെയ്ത് ഇതിനെയൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ സത്യത്തിൽ ലോകത്തിലെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഉള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും അതൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള ജനങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ, അത് ഓട്ടോറിക്ഷ തൊഴിലാളി ആയിക്കോട്ടെ, അഭിഭാഷകരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, അവരുടെയൊക്കെ തന്നെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിൻ്റെ തടസ്സം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട, ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഏറ്റവും വലിയ പരാജയമാണ് ഈ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ആദ്യം കോർപ്പറേഷൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ബാക്കിയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുക. ഇതാണ് ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം.